are happy this morning to celebrate our Lord and Savior Jesus Christ. Hallelujah. He is our God. He is the Lion. He is the Lion of Judah. Amen. The song says He's roaring in power and fighting our battles. The word of God says when God is for us, when God is for us, who can be against us? Can someone say that? When God is for
ഒന്നിച്ച് ഒരുമിച്ച് കൂടി വരുവാൻ ഞങ്ങളെ സഹായിച്ച അവിടുത്തെ ദിവ്യകൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും നല്ലവനായിരുന്ന കർത്താവേ, പാടുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനാണ് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നത്. തുടർന്നുള്ള ശുശ്രൂഷയിൽ തിരുസ്ഥാനത്തിൽ കൂടെ ഇരിക്കണമേ. നല്ല സങ്കീർത്തനം തരണമേ, എന്നല്ല വചനത്തിൽ ഞങ്ങളോട് സംസാരിക്കണമേ. ആദ്യോടത്തെ കൃപയിൽ ഞങ്ങളെ ഇരുത്തണമേ. സകലവും യേശു നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് 121 സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 121. We're going to read it too. വാക്യം പ്രതിവാക്യമായി വായിക്കാം. അതിന്റെ അവസാനത്തെ വാക്യം എല്ലാവരും ചേർന്ന് വായിക്കണം. വായിക്കുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. അടുത്ത വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. നിന്നെ പരിപാലിക്കും, അവന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ബലത്തെയും പരിപാലിക്കും. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തിയതിനെ സ്തുതിച്ചാട്ടെ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. Be seated. Praise the Lord. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ കർത്താവ് നമ്മെ ഇടയാക്കിയതോർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദരണീയരായ കർത്തദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ, അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം, അതോടൊപ്പം തന്നെ അതിഥികളായി വന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് പകൽക്കാലം നമുക്ക് ഒന്നിച്ച് വായിപ്പാനിടയായത്. അതിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ശക്തമായി വ്യക്തമായി ഇടപെടട്ടെ. അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. അത് ഉയരങ്ങളിലേക്ക് ഉയർത്തുന്ന ഒരു ഭക്തന് വേണ്ടി സഹായം അയക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു. നമ്മുടെ കരങ്ങളും നമ്മുടെ ഹൃദയങ്ങളും ഒക്കെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നാം പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന് മേലും സഹായം തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിപ്പാനായി കടന്നു വന്നിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 8 വാക്യങ്ങളോടുകൂടി ഈ സങ്കീർത്തനത്തിന് 5 പ്രാവശ്യമാണ് അതേ ഞാൻ നിന്നെ പരിപാലിക്കാം, ഞാൻ നിന്നെ പരിപാലിക്കാമെന്ന് ഈ സങ്കീർത്തനക്കാർ എടുത്തെടുത്ത് പറയുന്നത്. ആ ഒരൊറ്റ കാര്യം മാത്രം മതി ഇന്ന് പകൽക്കാലം നമുക്ക് ഇവിടുന്ന് സന്തോഷത്തോട് അനുഗ്രഹത്തോട് മടങ്ങി പോവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമാണ് നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, അതെ ഈ കരം അത് ജാതികളുടെ മേൽ ഞാൻ നീട്ടിയിരിക്കുന്നു, ഈ കരം ഞാൻ രാജ്യങ്ങളുടെ മേൽ നീട്ടിയിരിക്കുന്നു, അതെ ഞാൻ നീട്ടിയിരിക്കുന്നു. ആർക്കും അടക്കുവാൻ കഴിയൂ, ആർക്കും അടക്കുവാൻ കഴിയാത്ത ഒരു വലിയ കരത്തിന്റെ മുൻപിലാണ് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. കർത്താവ് പറയുകയാണ്, എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അതേ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അനുഗ്രഹം പ്രാപിപ്പാനാണെന്ന് കടന്നു വന്നിരിക്കുന്നത്. അതേ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും നമ്മെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് ബലപ്പെടുത്തി സന്തോഷത്തോടെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ കർത്താവ് പറയുകയാണ്, നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ മയങ്ങാത്ത ഉറങ്ങാത്ത ദൈവമാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങയില്ല, ഉറങ്ങുകയില്ല. അവൻ നിന്റെ പരിപാലകനാണ്, അവൻ നിന്റെ സഹായകനാണ്, അവൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിന്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. ഇരമ്യാവ് അവനോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്റെ നാവിനെ തൊട്ടിരിക്കുകയാണ്, ഞാൻ നിന്റെ അടുക്കലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. ചിലതിനെ അത് പണിയുവാൻ, ചിലതിനെ ഇടിച്ചു കളയുവാൻ, നടുവാൻ ഇന്ന് പകൽ
will we put our hands together and thank the Lord. Praise the Lord. How great is our God. This is the day that the Lord has made. Praise the Lord. And God's word says, call upon my name and I will answer you. There are people, they will never return the call. There are people, they don't take your call. There are people, they are always busy. But when you call on the name of the Lord, this morning there is a promise that He is going to answer your call. How many of you believe that? Praise the Lord. Let's lift up our hands and thank the Lord. Once again, give all the glory and honor to a name that is above all other names. Praise the Lord. This morning you are in the house of God, okay? So don't be so tensed. Nothing new here happening, okay? You all are part of the family and I thank God for each of you. Praise the Lord. And even if you forget to drop the offering in the offering bag, don't forget to worship the Lord. Praise the Lord. Praise the Lord. You have to worship the Lord. Our life itself is a worship. But at the same time, when you are in the house of God with the fellow believers, you have to offer yourself as a living sacrifice. You know, yesterday I forgot to put the offering. Okay? But I can do it today. But if I have forgotten to worship the Lord yesterday, that's not good again. Praise the Lord. So when you are in the presence of God, make use of every moment that the Lord has given to you. It is the grace of God. This is a new month, new day, and we have to give glory to the Lord. We are not taking much time. We want to hear from God's servant. And I thank God for Pastor Joe and Pierre Mama. They've been part of our church. We don't want you to go tomorrow, but you know. But they, God willing, they will be going back to Saudi tomorrow. And they will be coming back pretty soon. Depends on how strong you are praying. Praise the Lord. So this morning, let us, you know, thank both of them for their ministry. They were such a blessing to the church and to everyone. And let's put our hands together. And praise the Lord. Thank you. Thank you, Lord. Praise the Lord. The Lord bless you. And thank God for the servant of God, Pastor Reggie Matthew. That's a very familiar name, isn't it? Praise the Lord. Okay. So I thank God for the servant of God and his ministry. And let's once again welcome the servant of God. Praise the Lord. And we have some wonderful guests. None of your guests, I don't want to use that word, you know. When you are in the house of God, you are not a guest. You are part of the family, every one of you. And let's put our hands together and welcome every one of you. Thank the Lord. And our children are going to be exempted today. Is that good? Happy? Praise the Lord. So their school is going to be open next week. We will be praying for you. But they are all going to come forward. They are not going to give their memory verse. So you will be giving 2 memory verses next week. Okay? You ready? Okay. Come forward. We're going to pray for them. And then we will come forward. And let's all pray for all the children. If you are... Run. You know. Yes. Somebody is slow. Joshua. Come on. Praise the Lord. Let's all pray together. Everyone. We're going to pray for our children. Yes. You can come. Yes. Everybody is going to come. And we're going to pray for our children. And they need our prayer. Isn't it? They live in a very wicked world. They need the grace of God. They need the anointing and touch from the Lord. We're going to pray to them. Stretch out your hands towards these dear children and bless them in the name of the Lord, in the name of the Father, Son, and the Holy Spirit. Let's all pray together. Pray for their school campuses. Pray for their teachers. Pray for their parents. Sunday school teachers. Let's all pray together. Everybody, let's all take a moment and bless our children and all the young people. Amen. Praise the Lord. Hallelujah. We bless you, Lord. Hallelujah. Jesus.
കർത്താവ്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനായി സ്തോത്രം കർത്താവ്. ചുരുങ്ങിയ ദേവദാസന്മാരെ ദൈവത്തിന്റെ വലിയ പദ്ധതി അവരുടെ മേലുള്ളതിനാൽ സ്തോത്രം ചെയ്ത് കൃപയോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങളുടെ ആത്മളോടികളായിരിക്കട്ടെ കൃപടികളെ മേൽപ്പിക്കണം. പ്രാർത്ഥന ആദ്യം കേട്ടതിനാൽ സ്തോത്രം മാനമോത്തം ചെയ്തിരുന്നു. യേശു ക്രിസ്തുവിന്റെ അനുനാമത്തിൽ അപേക്ഷിക്കുന്ന ഒരിക്കൽ കൂടി ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കഴിയുന്നതിൽ കർത്താവിന് നന്ദി പറയുന്നു. ഈ ആരാധന നയിക്കുന്ന കർത്താവ് ചെയ്യുന്നവർ, അതുപോലെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ കർത്തദാസനാണ് ജോൺസൺ സാർ. എറണാകുളത്ത് നടക്കുന്ന കൺവെൻഷനിൽ പല പ്രാവശ്യം പോയി ദൈവത്തിനെ ശുശ്രൂഷിക്കുവാൻ കർത്തദാസനോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവാവസരം തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ ശ്രേഷ്ഠമായി വിലയേറിയതായി ഞാൻ കാണുന്നു. സ്തോത്രം. കർത്തദാസിനെ ദൈവധാരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രിയ വിൻസെന്റ് ജോസാനിന്റെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രിയ ചാരി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തത് വിശേഷിച്ച് ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒട്ടും വൈകിപ്പിക്കാതെ വേഗം ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ ദിവസത്തിൽ കർത്താവ് നമ്മളോട് ഇടപെടുമെന്ന് ബോധ്യമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകും. എല്ലാവരും കൂടെ ചേർന്ന വാക്യം ഒരുമിച്ചൊന്ന് പറഞ്ഞാൽ, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകും. പിതാവേ, അവിടുന്ന് ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളുടെ നടുവിൽ സന്നിഹിതനായിരിക്കുന്നതിന് സ്തോത്രം. ഈ ദിനത്തോട് സംഭാഷിക്കാൻ പോകുന്നതിന് സ്തോത്രം. ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ആ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടാൻ പോകുന്നതിന് നന്ദി പറയുന്നു. ഓരോ കുടുംബങ്ങളെയും പിതാവ് ഞാൻ അനുഗ്രഹിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് ജനത്തെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുൻപ് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഒരു കൊച്ചു ആമുഖം പറയാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഇതര പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ത്രികാല പ്രസക്തമായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ത്രികാല പ്രസക്തം എന്ന് പറഞ്ഞാൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ആ 3 കാലങ്ങളെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഭൂതകാലം എന്ന് പറയാൻ കഴിയുന്ന അധ്യായം 1-ാം അധ്യായമാണ്. വർത്തമാനകാലം എന്ന് പറയാൻ കഴിയുന്ന അധ്യായങ്ങൾ 2-3 അധ്യായമാണ്. ഭാവികാലം എന്ന് പറയുന്ന അധ്യായങ്ങൾ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ്. അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, അങ്ങനെയാണ് പറയുന്നത്. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്. നീ കണ്ടത് സപ്തമുഖ ദർശനമാണ്. ഇപ്പോഴുള്ളത് 7 സഭകൾക്കുള്ള 7 ദൂതാണ്. വരുവാനുള്ളത് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറയുന്നതാണ്. അതില് നമ്മൾ ഈ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് സപ്തമുഖ ദർശനത്തിന്റെ ഒരു ഭാഗമാണ്. സപ്തമുഖ ദർശനം എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്ന ക്രിസ്തുവിന്റെ ആ മഹത്വ ദർശനമാണ്. അതായത് 66 വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് 3.5 വർഷത്തോളം യേശുവിന്റെ മാറിൽ ചാരിയിരുന്ന മനുഷ്യനാണ് യോഹന്നാൻ. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി AD 96 യോഹന്നാൻ ക്രിസ്തുവിനെ കാണുമ്പോൾ തനിക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു വിധത്തിലാണ് കാണുന്നത്. അതാണ് 13-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നത്. 7 പൊൻനിലവിളക്കുകളെയും
നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളം, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്, കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഇത് കണ്ടിട്ടാണ് 17ാമത്തെ വാക്യത്തിൽ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്ന് പറയുന്നത്. അത് അസാധാരണമായ ഒരു കാഴ്ചയാണ്. ഒരു കാര്യം നിങ്ങൾ അറിയണം, 13ാമത്തെ വാക്യം മുതൽ 16ാമത്തെ വാക്യം വരെ യോഹന്നാൻ കാണുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ കാഴ്ച എന്ന് പറയുന്നത്, വാസ്തവത്തിൽ എന്റെ സഹോദരങ്ങളെ, ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ചിത്രമാണ്. നമ്മൾ ചോദിക്കുക, യേശു എങ്ങനെയാണ് സ്വർഗത്തിൽ ഇരിക്കുന്നത്? ഇങ്ങനെയാ സ്വർഗത്തിൽ ഇരിക്കുന്നത്. പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യാൻ യേശു സ്വർഗത്തിൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു കരുതുന്നത്. സ്വർഗത്തിൽ അവിടുന്ന് ഈ രൂപത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഈ പാട്ട് ഓഫ് ചെയ്ത് തരാം. പാട് താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് ആ സിംഹാസനത്തിൽ. അവിടുത്തെ തലമുടി വെളുത്ത മഞ്ഞ് പോലെ ഹിമത്തോളം വെണ്മ, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ, കണ്ണ് അഗ്നിജ്വാല, ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, മാറത്ത് പൊൻകച്ച, കയ്യിൽ 7 നക്ഷത്രം, കാൽ കുലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. പല സന്ദർഭങ്ങളിലും എന്റെ സഹോദരങ്ങളെ, നമ്മൾ അലക്ഷ്യരാകാനുള്ള കാരണം എന്താണെന്നറിയാം? നമ്മൾ ദൈവത്തെ കാണേണ്ടത് പോലെ കാണാത്തത് കൊണ്ടാണ്. കൂട്ടായ്മയിൽ നമ്മൾ അലക്ഷ്യരാകാൻ, ആത്മീയ അനുഭവങ്ങളിൽ നമ്മൾ അലക്ഷ്യരാകാനുള്ള കാരണം ദൈവത്തെ കാണേണ്ടത് പോലെ കാണാത്തത് കൊണ്ട്. യോഹന്നാൻ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടപ്പോൾ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. ഞാൻ പറയട്ടെ, ഈ കർത്താവിനെ കാണുക എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന പടിയാണ്. എന്റെ ഒരു വലിയ സ്വപ്നം ഞാൻ പറയാം. നിത്യതയിൽ ചെന്ന് കർത്താവിനെ ഞാൻ കാണുമെന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ എന്റെ ഏറ്റവും വലിയ സ്വപ്നം നിത്യതയിൽ കാണുന്ന കാര്യമല്ല. ഇവിടെ എന്റെ കണ്ണ് അടയുന്നതിന് മുൻപ് എനിക്ക് എന്റെ കർത്താവിനെ ഒന്ന് കാണണം. അഗതിയുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഇതാണ് വാസ്തവത്തിൽ നമ്മളെ നയിക്കേണ്ടത്. ഇങ്ങനെ ഒരു സ്വപ്നമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആത്മീയ ജീവിതം തികച്ചും വ്യത്യസ്തമാകും. ഇവിടെ ഈ അവനെ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയത്തക്ക വിധത്തിൽ യോഹന്നാന്റെ മുൻപിൽ കർത്താവ് വെളിപ്പെട്ടിരിക്കുകയാണ്. ഈ നോർമലി ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ നമുക്ക് ഒരു 3 വിധത്തിലാണ് നമുക്ക് തരംതിരിച്ചു പഠിക്കാനായിട്ട് കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് പ്രത്യക്ഷനാകുന്ന സന്ദർഭങ്ങളാണ്. ദൈവം നേരിട്ട് പ്രത്യക്ഷനാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ദൈവ പ്രത്യക്ഷതകൾ. ദൈവശാസ്ത്രപരമായി അതിനെ പറയുകയാണെങ്കിൽ തിയോഫനീസ് ഓഫ് ഗാഡ് എന്നതിനെ വിളിക്കാം. ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ. ആ പ്രത്യക്ഷത ദൈവം നേരിട്ട് ഇറങ്ങി വരികയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി 18:1 അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. ദൈവ പ്രത്യക്ഷനായത്. The Lord appeared to Abraham near the great trees of Mamre. മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിന്റെ മുൻപിൽ ദൈവം ഡയറക്റ്റായിട്ട് ഇറങ്ങി വരികയാണ്. അവിടെ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ റാഹ് എന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റാഹ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയത്തക്ക വിധത്തിൽ
തിരിച്ചറിയാൻ കഴിയത്തക്ക വിധത്തിൽ ദൈവം അവന്റെ മുൻപിൽ പ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 9-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ മോശ, അഹരോൻ, നാദാബ്, അബീഹു, പിന്നെ ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേര് അവർ ഒരുമിച്ച് കയറി ചെന്ന് അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. ആ കണ്ടു എന്ന് പറയുന്നത് ചുമ്മാ തോന്നലല്ല. അവിടെ എഴുതിയിരിക്കുക, അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെ ആയിരുന്നു, ആകാശത്തിന്റെ സ്വച്ഛത പോലെ ആയിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തെ കാണുകയാണ്. ഇനി പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോ ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ചു. അഭിമുഖമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് സംസാരിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അഭിമുഖമായി സംസാരിച്ചു, അതായത് ദൈവവുമായിട്ട് ഒരു വ്യക്തിയോട് എന്നതുപോലെ ഇടപെടുക. ഇതെല്ലാം ദൈവം നേരിട്ട് ഒരു മനുഷ്യന്റെ മുൻപിൽ ഇറങ്ങി വരുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നാം ആരാധിക്കുന്ന ദൈവം നാം കൊതിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്ന ജീവനുള്ള ദൈവമാണ്. അക്കരെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഉച്ചത്തിൽ ഒന്ന് ആരാധിച്ചാണ്. അവിടെ ഞാൻ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്, ഇവിടെയൊക്കെ ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വലിപ്പത്തിൽ, ദൈവത്തിന്റെ മഹത്വത്തിൽ അവർ ദൈവത്തെ കണ്ടു എന്നല്ല, ദൈവത്തിന്റെ പൂർണ്ണതയിൽ അവർ ദൈവത്തെ കണ്ടെന്നല്ല, ദൈവത്തിന്റെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രത്യക്ഷത സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ മാത്രമേ എങ്ങനെയാണ് ദൈവം വെളിപ്പെട്ടത് എന്ന് മനസ്സിലാകത്തുള്ളൂ. ഈ 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള വളരെ 6-ാം അധ്യായം 15-ാമത്തെ വാക്യം, ദൈവത്തെ കുറിച്ചുള്ള വളരെ ശ്രേഷ്ഠമായ ചില വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ധന്യനായ ഏകാധിപതി, എല്ലാവരും വായിച്ചു, പലരും വായിക്കാൻ അറിയെങ്കിൽ ഒരുമിച്ച് വായിച്ചു. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും, ബാക്കി താൻ മാത്രം അമർത്യതയുള്ളവരും, ഈ വാക്ക് കേട്ടോ, അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. ഒന്നിച്ച് പറഞ്ഞു, എങ്ങനെ? അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവർ. ഈ അടുത്തു കൂടാത്ത വെളിച്ചം എന്ന് പറയുമ്പോൾ people cannot go near it. ഒരു മനുഷ്യനും സമീപിക്കുവാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വെളിച്ചത്തിലാണ് ദൈവം വസിക്കുന്നത്. ആ വെളിച്ചത്തെയാണ് നമ്മൾ ഗ്ലോറി എന്ന് പറയുന്നത്. ആ വെളിച്ചത്തിന്റെ ഒരു സവിശേഷത മറ്റൊരാശയത്തിൽ ഞാൻ പറയാം. അച്ഛൻ ഖത്തറിൽ പോവാന്ന് പറഞ്ഞല്ലേ? ഖത്തറില്ല അല്ലെ? സൗദി. ഓക്കെ. ഞാൻ എല്ലാ ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്റെ ഈ സഞ്ചാരങ്ങളിൽ സൂര്യൻ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് പ്രകാശിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. അത്രയും ബ്രൈറ്റ്നസ് വേറെ എങ്ങും കാണാൻ പറ്റത്തില്ല. സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് അവിടെ. ഒരു 12 മണി സമയം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റ്നസ് ഉള്ള സമയം. നട്ടുച്ചയ്ക്ക് പൗലോസ് മിഡിൽ ഈസ്റ്റിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം മനസ്സിലാക്കുന്നുണ്ടോ? സൂര്യപ്രകാശത്തെ വെല്ലുന്ന ഒരു വെളിച്ചം. ആ വെളിച്ചത്തിന്റെ തീവ്രത അറിയണമെങ്കിൽ അത് ഈ മനുഷ്യന്റെ കണ്ണിലടിച്ചിട്ട് പുള്ളിയുടെ കാഴ്ച പോയി. അത് എന്നാ വെളിച്ചമാണെന്ന് നിങ്ങൾ ആലോചിക്കും. ഇതിന്റെ പേരാണ് ഗ്ലോറി എന്ന് പറയുന്നത്. ആ ഗ്ലോറിയുടെ ഒരു ചെറിയ പ്രഭ അടിച്ചപ്പോ പൗലോസിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഞാൻ ഈ ഗ്ലോറിയെ കുറിച്ച് പറയാൻ വേണ്ടി അല്പം കൂടെ പറയും. അത് ഈ നമ്മുടെ നിത്യതയിൽ ചെല്ലുമ്പോ അവിടുത്തെ പകലും രാത്രിയും യെശയ്യാ പ്രവചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പകൽ സൂര്യന്റെ വെളിച്ചം 7 ഇരട്ടി. പകലിന്റെ വെളിച്ചം അങ്ങനെയാണ് 7 ഇരട്ടി. നിത്യതയുടെ ഒരു പകല് 7 ഇരട്ടി പ്രകാശിക്കുന്നവർ. ഇപ്പൊ നമ്മുടെ പകല് നിങ്ങൾ ഈ വിൻഡോ തുറന്ന് പുറത്തോട്ട് നോക്കിയാൽ ഈ വെളിച്ചം എന്താണോ അതിന്റെ 7 ഇരട്ടി ആയിരിക്കും അവിടുത്തെ ഒരു പകല്. അവിടുത്തെ രാത്രി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? നമ്മുടെ പകല് പോലെ ഇരിക്കും. ഇപ്പൊ നമ്മൾ ഈ പുറത്തോട്ട് നോക്കിയാൽ എന്താണോ കാണുന്നത് അതുപോലെ ആയിരിക്കും അവിടുത്തെ ഒരു രാത്രി. അവിടുത്തെ ഒരു പകല്, നമ്മുടെ ഈ പകല് 7 ഇരട്ടി പ്രകാശിച്ചാൽ എന്തായിരിക്കും? അതായിരിക്കും. എങ്ങനെയാണ് ഇത് വെളിപ്പെടുന്നതെന്ന് അറിയാമോ? സൂര്യനല്ല. നഗരത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യനും വേണ്ട,
ചന്ദ്രന് വേണ്ട. ആരാ പിന്നെ വെളിച്ചം? കുഞ്ഞാടാണ് അതിന്റെ വെളിച്ചം. ഒരാമേ പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾ ആ ശരിക്കും ആ മഹത്വത്തെ, അടുത്തുകൂടാത്ത വെളിച്ചം എന്ന് പറയുന്ന ആ വലിപ്പത്തെ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും. അപ്പൊ ഈ വലിപ്പത്തിലല്ല, ഈ മഹത്വപൂർണതയിലല്ല ദൈവം ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. ദൈവം അവർക്ക് കാണാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ദൈവം വെളിപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ സിസ്റ്റത്തെ കുറിച്ച് പറയാം. ഈ സിസ്റ്റം ഇത് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, സത്യത്തിൽ ഇത്രയും വോളിയം അല്ല ഇത്. വോളിയം ഒത്തിരിയുണ്ട്, പക്ഷെ ഇവിടത്തേക്ക് ഇത്രയും വോളിയം മതി. സ്തോത്രം. അതുകൊണ്ട് ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഇത്രയും വോളിയം ഇവിടെ സെറ്റ് ചെയ്തേക്ക. ഇതുപോലെ ദൈവത്തിന്റെ മഹത്വം ഭയങ്കരമാണ്. എന്നാൽ ആ ദൈവത്തെ കാണത്തക്ക വിധത്തിൽ ദൈവം അവരുടെ മുന്നിൽ കുറയ്ക്കണം കേട്ടോ, കുറച്ച് എന്നെ ബാധിക്കും. ഓക്കെ, ദൈവത്തെ അവർക്ക് കാണത്തക്ക വിധത്തിൽ ദൈവം അവരുടെ മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ശബ്ദം ഉയർത്തിടാമേ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തെ നേരിട്ട് കാണുക. ഇനി ഇതിന്റെ മറ്റൊരു ലെവലാണ് ഈ മഹത്വ ദർശനം എന്ന് പറയുന്നത്. അതായത് അതൊരു വിഷനാണ്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യെഹെസ്കേല് സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടെന്ന് വായിക്കുന്നത്. ദർശനമാണ്. സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. സ്തോത്രം. ഞാൻ ദർശനങ്ങളെ കണ്ടു. വിഷൻ ഓഫ് ഗോഡ്. ദർശനങ്ങളെ കണ്ടു. ഈ ദർശനങ്ങളുടെ പരിണിത ഫലങ്ങളെന്നറിയോ? അതിന്റെ 28-ാമത്തെ വാക്യം നോക്കി, വേഴ്സ് 28. അതിന്റെ ലാസ്റ്റ് വാക്ക്, അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. ദർശനത്തിൽ പോലും ദൈവത്തെ കണ്ടിട്ട് എന്ത് ചെയ്തു? കവിണ്ണു വീണു. യെശയ്യാവ് കണ്ട ദർശനം ഇത് തന്നെയാണ്. 6 ചിറകുകളുള്ള സെറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ സൈനികളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ ആക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി. ഈ കാഴ്ച കണ്ടിട്ട് യെശയ്യാവ് ഒടുവിൽ നിലവിളിക്കുന്നുണ്ട്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ട് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. യെശയ്യാവ് 6:5 ഞാൻ പറയുന്നത്. അപ്പൊ നിലവിളിച്ചു പോയി. ദൈവത്തെ ദർശനത്തിൽ കാണുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര കാര്യമാണ്. ഇതുപോലെ ഒരു കാര്യമാണ് ഈ ക്രിസ്തു ദർശനം എന്ന് പറയുന്നത്. അപ്പോ ദൈവത്തെ നേരിട്ട് കാണുന്ന ദൈവ പ്രത്യക്ഷതകൾ, ദൈവത്തെ ദർശനത്തിൽ കാണുന്ന മഹത്വ ദർശനങ്ങൾ, ദൈവത്തിന്റെ വെളിപ്പാടായ ക്രിസ്തുവിനെ കാണുന്ന ക്രിസ്തു ദർശനങ്ങൾ. ആമേൻ. യോഹന്നാൻ പത്മോസിൽ കണ്ടത് ഈ ക്രിസ്തു ദർശനം. ഞാൻ അവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാം. യോഹന്നാൻ പത്മോസിൽ കണ്ട അതേ കാഴ്ച പഴയ നിയമത്തിൽ നിന്ന് കണ്ട ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാ ദാനിയേൽ. യോഹന്നാൻ എന്ത് കണ്ടോ സെയിം. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. നിങ്ങള് ബൈബിൾ തുറന്നിട്ട് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം കൂടെ ഒന്ന് താരതമ്യം ചെയ്തു. ഞാനത് അത് രണ്ടും കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് പറയാം. എന്താണ് വ്യത്യാസം, എന്തല്ല എന്നത് പറയാം. നിങ്ങളെ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം നോക്കണേ. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ച് ഊഫസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ നേരെ വെളിപ്പാടിലോട്ട് വരിക. വെളിപ്പാട് 1:13 അവിടെ വായിക്കുന്നത്, നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനെ, മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. അവിടെ പറയുന്നത് ഊഫസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ഇവിടെ പറയുന്നത് എന്താ? മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. രണ്ടും ഒന്നാണ്. ഇനി 6-ാമത്തെ വാക്യം നോക്കാം. വെളിപ്പാട് 10:6. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും. അത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം അവിടെ എന്താ വായിക്കുന്നത് അറിയോ? അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ദാനിയേൽ പറയുന്നത് എന്താ? മുഖം മിന്നൽ പ്രകാശം പോലെ. യോഹന്നാൻ പറയുന്നത് എന്താ? സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. ഇനി ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാമത്തെ വാക്യം നോക്കി.
അവന്റെ കണ്ണ് തീപ്പന്തം പോലെ. ഇനി വെളിപ്പാടിൽ യോഹന്നാൻ കാണുന്ന കാഴ്ച ഉണ്ടോ? 1:14 വാക്യം, അവന്റെ കണ്ണ് അഗ്നിജ്വാല. ദാനിയേൽ പറയുന്നു കണ്ണ് തീപ്പന്തം, യോഹന്നാൻ പറയുന്നു കണ്ണ് അഗ്നിജ്വാല. ഇനി 4ാമത്തെ കാര്യം, ദാനിയേൽ 10:6 വാക്യത്തിന്റെ ബി പാർട്ടിലേക്ക് വരുമ്പോൾ, അവന്റെ ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയായിരുന്നു. മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെ. എന്നാൽ യോഹന്നാൻ പറയുക കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. കേട്ടോ, സംഗതി രണ്ടും ഒന്ന്. പിന്നെ ഭാഷയുടെ വ്യത്യാസമുണ്ട്, വാക്കുകളുടെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ ഈ പ്രസംഗത്തിന്റെ കുറിപ്പ് ഇവിടെ ഇരിക്കുന്ന ആരുടെയും കയ്യിൽ തന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ ഭാഷ വേറെ ആയിരിക്കും, നിങ്ങളുടെ അവതരണം വേറെ ആയിരിക്കും. ഞാൻ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത്, വേറൊരാൾ ഇത് പറയുമ്പോൾ മറ്റേതെങ്കിലും ഒരു വിധത്തിലായിരിക്കും പറയുന്നത്. ഇതുപോലെ ദാനിയേൽ പറഞ്ഞപ്പോഴുള്ള ഭാഷയും യോഹന്നാൻ പറഞ്ഞപ്പോഴുള്ള ഭാഷയും തമ്മിൽ വ്യത്യാസമുള്ളതേ ഉള്ളൂ. സംഗതി രണ്ടും ഒന്നാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അവന്റെ ശബ്ദത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ദാനിയേൽ 10:6 അവസാന ഭാഗം. അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയായിരുന്നു. വെളിപ്പാട് 1:15 അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. കേട്ടോ, ക്രിസ്തു ദർശനം. അതെ, ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. വാസ്തവത്തിൽ യോഹന്നാൻ ക്രിസ്തുവിനെ കണ്ടപ്പോ സംഭവിച്ചത് എന്തോ അത് തന്നെയാണ് ദാനിയേല് ഈ ക്രിസ്തു ദർശനം കണ്ടപ്പോഴും സംഭവിച്ചു. പിടികിട്ടുന്ന കരുതുന്നത്. അതെ, വാസ്തവത്തിൽ ഞാൻ പറയട്ടെ, നമുക്ക് ഈ ദൈവസാന്നിധ്യം എന്ന് പറയുന്ന സംഗതിയെ അത്ര കാര്യമായിട്ട് അറിയത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് കൈയടിക്കുന്നതാണ്, ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് ശരീരം ഒന്ന് വിയർക്കുന്നതാണ്, ഒന്ന് ചൂടാകുന്നതാണ്. ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് അല്പം ഒന്ന് കരയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെയാ ദൈവസാന്നിധ്യത്തിന്റെ ഏറ്റവും ചെറിയ അളവാണ്. ഏറ്റവും ചെറിയ അളവ്. ദൈവസാന്നിധ്യം വരുമ്പോ കൈയടിച്ചേക്കാം, കരഞ്ഞേക്കാം. ദൈവസാന്നിധ്യം വരുമ്പോ ചിലപ്പോ സ്തോത്രം ചെയ്തേക്കാം, ആരാധിച്ചേക്കാം. അതൊക്കെ ചെറിയ അളവാണ്. അതിനേക്കാൾ ഒരുപാട് വലുതാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവസാന്നിധ്യം കൊതിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ഈ ദാനിയേൽ ഈ പറയുന്ന കാഴ്ച കണ്ടപ്പോ എന്താ സംഭവിച്ചത്? നിങ്ങൾ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കണേ. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന് ഈ മഹാദർശനം കണ്ടു. ഈ മഹാദർശനം കണ്ടപ്പോ അവിടെ വായിക്കുന്നുണ്ട്, എന്നിൽ ഒട്ടും വില ശേഷിച്ചില്ല. കണ്ടോ, ശരിക്കും ക്രൈസ്റ്റ് റെവലേഷൻ സംഭവിക്കുകയും മനുഷ്യൻ റിയൽ പ്രസൻസ് ഉണ്ടാവുക. കർത്താവ് ഈ മനുഷ്യന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കുക. കർത്താവ് ഇറങ്ങി നിൽക്കുമ്പോ ഈ മനുഷ്യൻ പറയുക, എനിക്ക് ഒട്ടും ബലം ശേഷിച്ചില്ല. ദൈവസാന്നിധ്യത്തിനകത്ത് ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്റെ മുഖശോഭ ക്ഷയിച്ചുപോയി. ഈ എന്റെ മുഖശോഭ ക്ഷയിച്ചുപോയി എന്ന് പറയുമ്പോ ചില ഭാഷാന്തരങ്ങളിൽ KJV എഴുതിയിരിക്കുന്നതിനെ അല്പം കൂടെ വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മരിച്ചുപോയ ഒരു മനുഷ്യന്റെ മുഖം എങ്ങനെയാണോ അതുപോലെ, അത് മുഖശോഭ ക്ഷയിച്ചു പോയി എന്ന് പറയും. എന്നിട്ട് പറയുന്നു, എനിക്കൊട്ടും ബലമില്ലാതെയായി. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യത്തിൽ പറയാം, അവന്റെ വാക്കുകളുടെ ശബ്ദം ഞാൻ കേട്ടു. അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ ബോധം കെട്ട് കവിണ്ണു വീണു. ഞാൻ ബോധം കെട്ട് കവിണ്ണു വീണു. നിങ്ങളെ KJVക്ക് അകത്താകുന്ന I fell into a deep sleep. ഞാൻ ബോധം കെട്ട് കവിണ്ണു വീണു. ഞാനൊരു ഡീപ് സ്ലീപ്പിലേക്ക് പോയി. ശരിക്കും ഈ ഡീപ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ അതാണ് ട്രാൻസ് എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് വിവശത. I fell into a deep sleep. നിങ്ങൾ ആ സ്ലീപ്പ് എന്ന് പറയുന്ന പദം
അതിന്റെ റൂട്ട് വേണ്ടി പഠിച്ചാൽ അതാണ് ട്രാൻസ്. അത് തെളിയിക്കാം. ഈ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായ ചില ഭക്തന്മാര് ന്യൂ ടെസ്റ്റ്മെന്റിലുണ്ട്. സ്തോത്രം. ആർക്കൊക്കെയാണ് അനുഭവം ഉണ്ടായതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ വാക്യം. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവൻ ഒരു വിവശത. He fell into a trance. അദ്ദേഹത്തിന് ഒരു ട്രാൻസ് ഉണ്ടായി. അത് തന്നെയാണ് ദാനിയേലിനുണ്ടായത്. He fell into a deep sleep. അവിടെ സ്ലീപ്പ് എന്നാണ് പറയുന്നതെങ്കിൽ, ഡീപ് സ്ലീപ്പ് എന്നാണ് പറയുന്നതെങ്കിൽ, ഇവിടെ പറയുന്നു he fell into a trance. സെയിം കാര്യം. ഈ എക്സ്പീരിയൻസ് ഉണ്ടായ മറ്റൊരാളാണ് പോൾ. അപ്പോസ്തലപ്രവൃത്തി 22-ാം വാക്യം. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്നു. ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി. കേട്ടോ, I fell into a trance. എനിക്കൊരു ട്രാൻസ് ഉണ്ടായി. ജീസസ് എന്നോട് ഉണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ച ജീസസ്. ഇത് തന്നെയാണ് യോഹന്നാനുണ്ടായത്. വെളിപ്പാട് 1:10 നോക്കി. വെളിപ്പാട് 1:10. കർത്തൃ ദിവസത്തിങ്കൽ ഞാൻ ആത്മവിവശൻ ആയി. അവിടെ ആ വാക്കിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. I was in the spirit. വേറെ ചില ഭാഷാന്തരങ്ങളിൽ സ്പിരിറ്റ് റലത്തിലായി എന്ന് പറയുന്നു. ഞാൻ എവിടെയായി? ഞാനൊരു സ്പിരിറ്റ് റലത്തിലായി. ഇനി 4-ാമത്തെ വാക്യം നോക്കി. 4-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. I was in the spirit. ഞാൻ ആത്മവിവശനായി. 21-10 വീണ്ടും ആ വാക്കുണ്ട്. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനെ കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ചില എക്സ്പീരിയൻസുകളും ഏതോ ന്യൂജൻ ചർച്ചിൽ ഏതോ ന്യൂജൻ പാസ്റ്റർ പ്രസംഗിച്ചപ്പോ നടന്ന കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് ബൈബിളിൽ നേരിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറയട്ടെ, പ്രസൻസ് ഓഫ് ഗാഡിന്റെ ആ ഒരു ഉയർന്ന ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ഈ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായി വരുന്നത്. വാസ്തവത്തിൽ ഇങ്ങനൊരു ദൈവസാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ, ഇങ്ങനെ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കണ്ണടച്ചു പ്രാർത്ഥിച്ച് നിങ്ങൾ മൗനമാകരുത്. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ പ്രാർത്ഥിക്കും. എന്റെ ദൈവമേ, എനിക്ക് സാന്നിധ്യത്തെ ഇതുപോലെ ഒന്ന് അനുഭവിക്കാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. പറഞ്ഞു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളത് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വാക്കും അനാവശ്യമായി പറയുന്നില്ല. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം പറയുന്നത്. പകർച്ചയ്ക്ക് സ്തോത്രം ചെയ്യും. ആ കാഴ്ചപ്പാടുകൾക്ക് സ്തോത്രം ചെയ്യും. ദാനിയേല് പല അനുഭവങ്ങളിലൂടെ പോവുകയാണ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ. ദാനിയേൽ 10:10 നമ്മൾ വരുമ്പോൾ, എന്നാൽ ഒരു കൈ എന്നെ തൊട്ടു, എന്റെ മുഴങ്കാലും ഉള്ളം കൈ ഊന്നി വിറയിലോടെ നിൽക്കുമാറാക്കി. ഈ ദർശനം കണ്ടിട്ട് പുള്ളി ബോധം കെട്ട് നിലത്ത് വീഴും. അദ്ദേഹത്തിന്റെ ബലമെല്ലാം പോയി, മുഖശോഭയെല്ലാം ക്ഷയിച്ചു പോയി. ഇവിടെ പറയുവാണ്, ഒരു കയ്യിനെ തൊട്ടു. ആ കയ്യിനെ തൊട്ടപ്പോ ഞാൻ ഉള്ളം കൈയും മുഴങ്കാലും ഊന്നി. ഉള്ളം കൈയും മുഴങ്കാലും ഊന്നി എന്ന് പറയുമ്പോ
4 കാലയില ഇപ്പൊ നിൽക്കുന്നതെന്ന് അർത്ഥം. കൈ നിലത്ത് കുത്തി, മുട്ട് നിലത്ത് കുത്തി, അങ്ങനെ നിൽക്കുക. എങ്ങനെ നിന്നെന്നാ പറയുന്നത്? വിറയിലോടെ നിൽക്കുമാറാക്കി, വിറച്ച് നിൽക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവ സാന്നിധ്യത്തിന്റെ ഹയസ്റ്റ് ലെവലിലേക്ക് ഒരാൾ കയറുമ്പോഴാണ് ഇതുപോലുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്റെ ഒരു ഹൃദയത്തിന്റെ ചിന്ത പറയാം. നമ്മുടെ കൂട്ടങ്ങളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ദൈവത്തെ അനുഭവിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് സർവ അലസതകളും ഉണ്ടാകുന്നത്, സർവ പിന്മാറ്റങ്ങളും ഉണ്ടാകുന്നത്. ഈ കർത്താവിനെ ഇങ്ങനെ ആസ്വദിച്ച ഒരാൾക്ക് പുറകോട്ട് പോകാനായിട്ട് പറ്റത്തേ ഇല്ല, പുറകോട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം അയാള് ദൈവത്തെ ശരിക്കും അനുഭവിച്ചത്, ദൈവത്തെ അനുഭവിച്ചു. യേശുവിൻ പിൻ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, ഓ പിന്മാറാതെ ഞാൻ മാറാതെ. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിലെ ഏറ്റവും മികച്ച ജീവിതം നയിക്കുന്ന നമുക്ക് ഇത് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് ചിലപ്പോൾ പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞത് സാധാരണ ജീവിതം നയിക്കുന്നവർ പോലും അല്ല. നിങ്ങൾക്കറിയത്തില്ലേ, ഒറീസയിൽ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് 100 കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഒറ്റ കാര്യം, സുവിശേഷ നിമിത്തം 100 കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. നിങ്ങൾ അറിയണം, സ്തോത്രം, പച്ചയ്ക്ക് നായെ തല്ലുന്നതിനേക്കാൾ കഷ്ടത്തിൽ എത്ര അഭിഷക്തന്മാരെ തല്ലി ഇന്നും പുറത്തു വരാതെ ജയിലിൽ കിടക്കുന്ന 100 കണക്കിന് ദൈവദാസന്മാരുണ്ട് ഇന്ത്യയിൽ. അറിയാമോ? ഇന്ത്യയിൽ മാത്രമല്ല, നൈജീരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എത്രയെത്ര ഇടങ്ങളിൽ ആയിരക്കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടാകുകയാണ്. എങ്ങനെയാണ് മരണത്തിന്റെ മുൻപിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്നത്? നിങ്ങൾ ഇറാഖിലെ കൂട്ടക്കൊലകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇറാഖിലെ കൂട്ടക്കൊലകളിൽ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വായിലേക്ക് കുരിശ് എടുത്തു വെച്ചിട്ട് അടിച്ചിറക്കി. അവർ വായിലൂടെ മരക്കുരിശ് അടിച്ചിറക്കി. ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് അവർക്ക് എന്നിട്ടും യേശുവിനെ തള്ളി പറയാൻ ഒക്കാത്ത വിധത്തിൽ നിൽക്കുന്നതെന്നറിയാമോ? ഈ മഹത്വ ദർശനം കണ്ണിൽ കാണുമ്പോഴും. ഞാൻ പറയട്ടെ, എല്ലാ സുഖ സൗകര്യങ്ങളിലും എല്ലാ ആഡംബരങ്ങളിലും നമ്മൾ ജീവിച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തെ കാണുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തെ അനുഭവിക്കാനുള്ള മിനിമം മാനദണ്ഡം പീഡനമല്ല, ദൈവത്തെ അനുഭവിക്കാനുള്ള മിനിമം മാനദണ്ഡം സൗകര്യങ്ങളുമല്ല. സൗകര്യത്തിൽ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ തീവ്രമായ താല്പര്യത്തിൽ നിന്നാണ് ദൈവത്തോടുള്ള ദാഹം ഉണ്ടാകുന്നത്. അങ്ങനെ ദാഹിക്കുന്നവർ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും അവർ പറയും, കർത്താവേ, എനിക്ക് അങ്ങേ വേണം, അമ്മേ എനിക്ക് അങ്ങേ വേണം. ഒന്ന് പറയാൻ പറ്റുന്നവർ ആത്മാവിലൊന്ന് പറഞ്ഞു, എനിക്ക് അങ്ങേ വേണം. നിന്നെ പോലാകേണം, നിൻമുഖം കാണേണം, നിൻ സ്വരം കേൾക്കേണം, നിന്നിൽ ചേർന്നു ജീവിപ്പാ. ഇതൊരു ദാഹം. എനിക്ക് ദൈവത്തെ കാണണം. ഞാൻ പറയട്ടെ, ഇങ്ങനെ നമ്മൾ കണ്ടാൽ നമ്മുടെ ചിന്തകൾ മാറും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തെ കുറിച്ച് കേൾക്കുന്നതും ദൈവത്തെ അനുഭവിക്കുന്നതും 2 കാര്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തെ കുറിച്ച് കേൾക്കുന്നതും ദൈവത്തെ അറിയുന്നതും 2 കാര്യമാണ്.
ഈ നമുക്കുണ്ടാകുന്ന ദൈവപരിജ്ഞാനം തന്നെ അത്ഭുതകരമാണ്. സാധാരണ കാര്യമല്ല ദൈവപരിജ്ഞാനം. ഈ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് കേട്ടോ. ദൈവത്തെ കുറിച്ചുള്ള ആ പരിജ്ഞാനം ഉണ്ടാകുമ്പോ ആ പരിജ്ഞാനത്തിൽ എന്നാ കിട്ടുമെന്ന് പറഞ്ഞത്, ജ്ഞാനത്തിന്റെ ആത്മാവും വെളിപ്പാടിന്റെ ആത്മാവും. അതെ, അന്യഭാഷ പറയുന്നത് കൊണ്ട് കിട്ടുന്നതല്ല ജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. വെളിപ്പാടിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് റെവലേഷൻ. ഹല്ലേലൂയ. ഈ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ആ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ എന്നൊക്കെ പറയുമ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, അന്യഭാഷ പറയുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. എഫെസോസിലെ സഭ ഓൾറെഡി ആത്മാവ് പ്രാപിച്ചവരാണ്. നിങ്ങൾ അതിന്റെ 13-14 വാക്യം നോക്കിയാൽ മതി. അവര് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്. നോക്കിയേ, അവരിൽ നിങ്ങൾക്കും തന്നെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അവരെ മുദ്രയിട്ട് വെച്ചേക്കുക. അത് ഓൾറെഡി അവരുടെ മേൽ ആദ്യകാലമായി പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ ഇപ്പൊ പൗലോസ് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ആത്മാവ് കിട്ടാൻ, നിങ്ങൾക്ക് വെളിപ്പാടിന്റെ ആത്മാവ് കിട്ടാൻ. അതതിന്റെ ഒരു 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 അടുത്ത റലം. നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ സ്പിരിറ്റ്, നിങ്ങൾക്ക് വെളിപ്പാടിന്റെ സ്പിരിറ്റ്. എപ്പോഴാണ് അത് ഉണ്ടാകുന്നത്? തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ആ നോളജ് വർദ്ധിക്കുമ്പോ. ഞാൻ പറയണേ, ദൈവത്തെ കുറിച്ച് പരമാവധി പഠിക്കണം. ആ പഠനം നമ്മളിൽ വർദ്ധിക്കുമ്പോ, ആ പരിജ്ഞാനം ഉണ്ടാകുമ്പോ, ആ നോളജ് ഉണ്ടാകുമ്പോ, ആ നോളജിനകത്താണ് നമുക്ക് ഈ ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ് ഉണ്ടാകും. 2 പത്രോസ് ലേഖനം 1-2 വാക്യം, 1-3 വാക്യം വായിക്കുമ്പോൾ ഈ പരിജ്ഞാന നിമിത്തം ഉണ്ടാകുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. ഈ 1-2 വാക്യം നോക്കി. ആ 2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കരുത്. പരിജ്ഞാനം ഉണ്ടാകുമ്പോൾ നമ്മളിൽ കൃപയുണ്ടാകും, നമ്മളിൽ സമാധാനം ഉണ്ടാകും. 3 വാക്യത്തിൽ പറയുകയാണ്, ആ പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ഭക്തിക്കും ജീവനും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ആ വാക്യം നോക്കിയാൽ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനം എന്തൊക്കെ തന്നു? ഭക്തിക്ക് വേണ്ടിയത് തന്നു, ജീവന് വേണ്ടിയത് തന്നു. കേട്ടോ, ഇത് കിട്ടിയപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ലാഭമായതല്ല ഞാൻ ഛേദമെന്ന് എണ്ണി. എനിക്ക് എന്തൊക്കെയാണോ വലുതായിട്ടുണ്ടായിരുന്നത് അതിനെയല്ല ഞാൻ ഛേദമെന്ന് എണ്ണി, ലാഭമായതല്ല ഞാൻ ഛേദമെന്ന് എണ്ണി. നമ്മളതിനെ ചപ്പെന്നും ചവർന്നും ഒക്കെ പറയാറുണ്ട്. സ്തോത്രം. ലാഭമായതെല്ലാം ഛേദമെന്ന് എണ്ണി. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം വായിച്ചു വരുമ്പോ, തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവരെന്ന് പറയുന്നു. ദൈവത്തെ കുറിച്ച് പഠിക്കുന്നത് ഭയങ്കര കാര്യമാണ്. ലോകത്തില് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ദൈവത്തെ കുറിച്ച് പഠിക്കുന്നത്. അതിന്റെ ഒരു അടുത്ത ലെവലാണ് ദൈവത്തെ അനുഭവിക്കുന്നത്. ദൈവത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോ നമ്മളെ ഒരു വലിയ കൊതി എന്താണെന്നറിയോ? നമ്മൾ ദൈവത്തെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കും. ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങളോട് പറയാൻ കൊതിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ കൺവെൻഷന് കഴിഞ്ഞ് അടുത്ത കുറച്ച് സമയത്തിനപ്പുറത്ത് ഒരു ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകുന്ന കാര്യമൊന്നും അല്ല. ഇത് നമ്മുടെ അകത്തൊരു വിഷനായിട്ടൊന്ന് കയറി വീഴാൻ വേണ്ടി ഹിൽവ്യൂ ചർച്ചക്കാടിനോട് ഞാൻ പറയുക, എന്റെ സഹോദരങ്ങളെ, ഇന്ന് മുതൽ ദൈവവുമായിട്ട് ഇങ്ങനെ ഒരു ഇന്റിമസി ലെവൽ ഫെലോഷിപ്പിന് വേണ്ടി കൊതിക്കണം. ഇതാണ് നമ്മുടെ പ്രയർ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തെ ആകമാനം ചേഞ്ച് ചെയ്യാൻ പോകുന്നത്.
ഞാൻ പറയും, ഞാൻ അവനെ കണ്ടു, ഞാൻ അവനെ കണ്ടു. ഞാൻ അവനെ കണ്ടിട്ട് എന്താ സംഭവിച്ചത്? ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീഴും. ഈ മരിച്ചവനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ദൈവത്തിന്റെ ശക്തി മനുഷ്യന്റെ ശക്തിയെ ഇല്ലാതാക്കി. ദാനിയേലിന് സംഭവിച്ചതാണ്. ദൈവത്തിന്റെ ശക്തി മനുഷ്യന്റെ ശക്തിയെ ഇല്ലാതാക്കി. ഞാൻ ഈ ബൈബിൾ വായിച്ചപ്പോണ്ടല്ലോ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട്. കർത്താവിനെ കണ്ടപ്പോ മനുഷ്യൻ അങ്ങ് കർത്താവിന്റെ സന്നിധി വീണുപോയി. ഞാൻ ഹബക്കൂക്കിനെ കുറിച്ച് വായിച്ചപ്പോ ഹബക്കൂക്ക് 3:16 ഞാൻ കേട്ടു, എന്റെ ഉദരം കുലുങ്ങിപ്പോയി. ദൈവത്തെ കുറിച്ച് കേട്ടതാണ്. ഞാനിത് കേട്ടിട്ട് എന്റെ ഉദരം കുലുങ്ങിപ്പോയി. മുഴക്കം ഹേതുവായി എന്റെ അതരം വിറച്ചു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, എന്റെ അസ്ഥികൾ ഉരുക്കം തട്ടി. എന്നിട്ട് പറയാ, ഞാൻ നിന്നതിനെ വിറച്ചുപോയി. ദൈവത്തെ കണ്ടതാണ്. നമുക്കെന്താ ഇതുണ്ടാകാത്തത്? ഇതിനുള്ള ഒന്ന് തിരിച്ചറിവ് നമുക്കില്ല. നമ്മൾ നടക്കുന്ന ചർച്ച വന്നിങ്ങനെ ബെഞ്ചിൽ ചാരിയിരിക്കുന്നതാണ് ആത്മീയത. ഇത് പൊളിക്കണം, ഇത് പൊളിയുന്നു. ഈ മത്തായി സുവിശേഷം 17-ാം അധ്യായത്തില് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവർക്ക് ഇത് തന്നെയാണ് സംഭവിച്ചത്. മറിയുമ മലയെന്ന് നമ്മൾ ആ മലയെ വിളിക്കുന്നത്. ആ മലയിൽ കർത്താവിനെ കണ്ടപ്പോ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു. ഹല്ലേലൂയ. നമ്മുടെ ഈ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറഞ്ഞത് മാത്രമല്ല, 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിന് വീണ്ടും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ വായിക്കുന്നുണ്ട്, അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ് വീണു. അവനെന്നെ തൊട്ടു എഴുന്നേൽപ്പിച്ച് നിർത്തി. ബോധം കെട്ട് നിലത്ത് കവിണ് വീണു. ദൈവത്തെ കണ്ടതാണ്. ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ മനുഷ്യന്റെ ശക്തി ഇല്ലാതെ. അങ്ങനെയാണ് ഇവരെല്ലാം ബോധം കെട്ടും മറ്റും നിലത്ത് വീഴുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെ വിളിക്കാൻ പറ്റുന്ന വേറൊരു ഇതാണ് എൻകൗണ്ടർ. എൻകൗണ്ടർ. ഈ എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ദൈവവുമായിട്ടുള്ള സജീവവും ശക്തവുമായ ഒരു കൂടിക്കാഴ്ച. അങ്ങനെ വിളിക്കാൻ കഴിയുന്ന വേറൊരു പേരാണ് ഡിവൈൻ മീറ്റിംഗ്. ഡിവൈൻ മീറ്റിംഗ്, ദൈവവുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, അഭിമുഖമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ഒരു ഡിവൈൻ മീറ്റിംഗ്. ഞാൻ പറയട്ടെ, മനുഷ്യന്റെ ജീവിതം അടിമുടി ചേഞ്ച് ആകുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇതാണ് സത്യം. ഒരു ഡിവൈൻ മീറ്റിംഗ് ഉണ്ടാകണം, ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. ഓ ജീസസ്. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, എനിക്കൊരു എൻകൗണ്ടർ വേണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എത്ര ഉപദേശിച്ചിട്ടും, നിങ്ങൾ എത്ര ബൈബിൾ പറഞ്ഞിട്ടും, എത്ര സതുപദേശം പറഞ്ഞിട്ടും, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ശരിയാകുന്നില്ലെങ്കിൽ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, എന്റെ മകൻ, എന്റെ മകൾക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. എൻകൗണ്ടറിന് മാറ്റാൻ പറ്റാത്ത ഒരു വ്യക്തിയും ഇല്ല. എന്നോട് പൊട്ടെന്ന് ഞാൻ കരുതുന്നു. ശൗല് കൊല്ലാൻ വേണ്ടി പോയത്, പക്ഷെ ഡെമസ്കോസിൽ വെച്ച ഗേറ്റിൽ വെച്ചുണ്ടായ ഒറ്റ എൻകൗണ്ടർ ആ മനുഷ്യന് ഭയങ്കരമായി ട്രാൻസ്ഫോം ചെയ്തു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻകൗണ്ടർ എപ്പോഴും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ജീസസ്, നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം. ആ ട്രാൻസ്ഫോർമേഷൻ എന്നെ പോലെ ഒരാളിവിടെ വന്നിട്ട് തല കൈവച്ച് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഒരു ബഹളം വെച്ചാൽ ഉണ്ടാകുന്നതല്ലത്. അത് ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഈ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ പോലും നടക്കുന്ന കാര്യമല്ല ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷനുകൾ എൻകൗണ്ടറുകളാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് ഒരു എൻകൗണ്ടർ വേണം. എന്തിനാണെന്നറിയാമോ?
എൻകൗണ്ടറുകളിലൂടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായവരാണ് എല്ലാവരും. ഗ്ലോറി. എൻകൗണ്ടറുകളിലൂടെയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ശൗലിനോട് പറയുന്നു, ആത്മാവ് നിന്റെ മേൽ ശക്തിയോടെ വരും, നീയും പ്രവചിക്കും. അവിടെ പറയുന്നുണ്ട് ആള് മാറിയവരെ പോലെ. ആള് മാറിയവനെ പോലെ. ഒന്നിച്ചൊന്ന് പറഞ്ഞു, എന്നാ ആള് മാറിയവനെ പോലെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആള് മാറിയവനെ പോലെ ആകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷന് കൊതിയുണ്ടെങ്കിൽ എൻകൗണ്ടർ ഉണ്ടാകണം. എൻകൗണ്ടർ ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളെ എൻകൗണ്ടറുകളിലേക്കുള്ള വഴിയാക്കി നമ്മൾ മാറ്റുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇത് സംഭവിക്കുന്നത്. ഓ ജീസസ്. നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ തകർച്ചകൾ, നമ്മുടെ സങ്കടങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനുള്ള ദൈവസാന്നിധ്യം അനുഭവിക്കുവാനുള്ള സാധ്യതകളാക്കി നമ്മൾ മാറ്റണം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ, ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും ഓ മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. സഹോദരങ്ങളെ, എങ്ങനെയാ ഇത് പറ്റുന്നതെന്ന് ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കരഞ്ഞിട്ടുള്ളവരാ. എപ്പോഴെങ്കിലുമൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഒന്നുമല്ല, ആരും കാണാതാണേലും കരഞ്ഞിട്ടുണ്ട്. വലിയ ഏങ്ങലടികളൊന്നും ചിലപ്പോ എല്ലാവരിലും ഉണ്ടായി കാണത്തില്ല. ചിലപ്പോൾ നമ്മളുടെ പോലും നിയന്ത്രണമില്ലാതെ കണ്ണുനീര് ചിലപ്പോൾ നമ്മളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെയൊക്കെ നിങ്ങൾ കരയുന്ന സന്ദർഭങ്ങൾ വരുമെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് ഒരിക്കലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നോ ദേഷ്യത്തിനോ ഒന്നും ആകരുത്. ആ കണ്ണുനീര് വീഴുകയാണെങ്കിൽ പ്രാർത്ഥനാ മുറിയിലെ വീഴാം. നിങ്ങൾ കരഞ്ഞു പോകുമെന്നൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നതെങ്കിൽ നേരെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് അവിടെ കരയാം. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ഞാനൊരു വലിയ വിഷനിൽ നിന്നാണ് ഈ മെസ്സേജ് പറയുന്നത്. നിങ്ങളൊക്കെ പൊട്ടിത്തകർന്നു പോകുമെന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥന മുറിയിലേക്കാണ്. എന്തായാലും കരയാണെങ്കിൽ പ്രാർത്ഥനയിലേക്കാണ്. ഹന്നയെ നോക്ക്, ഹന്നയ്ക്ക് ഭയങ്കര പ്രോബ്ലം. പെനീന വല്ലാതെ ബുദ്ധിമുട്ടിക്കുമോ? അവള് വീട്ടിൽ കരഞ്ഞു തീർന്നില്ല. അവളുടെ ആ കണ്ണുനീരുമായിട്ട് അവളെ ആലയത്തിനകത്തോട്ട് കയറി. അവളുടെ കണ്ണുനീര് വീണത് ആലയത്തിനകത്താണ്. ആലയത്തിനകത്ത് കണ്ണുനീര് വീണവളോട് കർത്താവ് പറഞ്ഞു, ഇനി നീ കരയേണ്ടി വരത്തില്ല. അടുത്ത വർഷം ഞാൻ നിനക്കൊരു പുരുഷ സന്താനത്തെ തരും. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ കാണും, ജോലിയിൽ കാണും, വീട്ടിൽ കാണും, തലമുറ സംബന്ധമായിട്ട് കാണും, പല നിലകളിൽ കാണും. ഏതെങ്കിലും വിധത്തിൽ കരഞ്ഞു പോകുമെങ്കിൽ ആലയത്തിൽ കയറിയ കരയാവും. ചേഞ്ച് ആകാൻ ആഗ്രഹമുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഒത്തിരി
ആളുകൾ മതത്തിനകത്ത് ജീവിക്കുന്നവർ. പെന്തക്കോസ്ത് മതത്തിൽ ജീവിക്കുവാൻ താല്പര്യമുള്ളവർ ഈ പ്രസംഗം കേട്ടിട്ട് ഒരു കാര്യമില്ല. അവർ ഞായറാഴ്ച വരും, 2 മണിക്കൂർ ഇരിക്കും, അത് കഴിയുമ്പോൾ പോകും, 5 മിനിറ്റ് വൈകിയാൽ ഇറിറ്റേറ്റഡ് ആകും. പക്ഷേ ചർച്ചിന്റെ കോമ്പൗണ്ടിൽ നിന്ന് 2 മണിക്കൂർ സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മീറ്റിംഗ് 5 മിനിറ്റ് വൈകിയാൽ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ചർച്ച് വിടുന്നത് 2 മണിക്കൂറോടെ കഴിഞ്ഞിട്ടാണ്. കൈവക്കണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്ന സ്വതന്ത്രം. ഹല്ലേലൂയ. റിലീജിയസ് ലൈഫാണ്. ദൈവത്തെ അനുഭവിക്കുവാൻ കൊതിയുള്ളവരുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ പ്രസംഗം വേദി ഞാൻ 10-12 വർഷമായി പ്രസംഗം തുടങ്ങി. 2007 പ്രസംഗം തുടങ്ങിയതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇത് എങ്ങനെയാ പോകുന്നത്, ഇത് എങ്ങനെയാ റിസീവ് ചെയ്യുന്നത്. വസ്തുതയിൽ ബഹളം വെക്കണമെന്നൊന്നുമില്ല. ഒരാളുടെ മുഖം കാണുമ്പോൾ അറിയാം അയാളുടെ മനസ്സിലൂടെ എന്തൊക്കെയാ പോകുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാണ് അതിനെ റിസീവ് ചെയ്യുന്നത്? അതിന് കൈയടിക്കണമെന്നോ കൈയടിക്കാതിരിക്കണോ ഒന്നും നിർബന്ധമില്ല. അത് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സോറി, അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസംഗം അല്ല ഇത്. ഈ കർത്താവിന്റെ രീതി എന്താണെന്നറിയോ? ഒരാൾക്ക് വേണ്ടി കർത്താവിന്റെ ട്രിപ്പ് തന്നെ കർത്താവ് തിരിക്കും. കാട്ടത്തിയുടെ മുകളിൽ കയറി സക്കായിരിക്കുക. സക്കായിയോട് പറയാം, വേഗം ഇറങ്ങി, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ. കർത്താവേ, ആയിരക്കണക്കിന് ആളുകളല്ലേ ചുറ്റും നിൽക്കുന്നത്, അവരെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരുത്തന്റെ പുറകെ പോവാം. അത് ഈ സക്കായിയുടെ പുറകെ പിടിച്ചു പറിക്കാരൻ, ചുങ്കക്കാരൻ. കർത്താവിനകത്ത വിഷയം. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വ്യക്തികളെ തിരക്കും. ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറയുമ്പോ ചിലരുടെ അകത്ത് സംഭവിക്കുന്ന ഒരു പിടച്ചിലുണ്ട്, ചിലരുടെ അകത്തുണ്ടാകുന്ന എന്തോ ഒരു സ്പർശനമാണ്. കാരണം അവരുടെ അകത്ത് നാളുകളായിട്ട് അവർ പ്രാർത്ഥിച്ച്, അവർ കൊതിച്ച്, അവർ താല്പര്യപ്പെട്ട ഒരു കാര്യം പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഒരാൾക്ക് വേണ്ടി കർത്താവ് ഇടപെടും. എനിക്കറിയാം ചിലരോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഇങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ ഉറപ്പാ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. ഈ എൻകൗണ്ടറുകൾ ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോർമേഷനുകളെ ഞാൻ പല നിലകളിൽ പറയും. ആ ട്രാൻസ്ഫോർമേഷനിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോളിംഗ് ആണ്. 2 കമ്മീഷനാണ്. എൻകൗണ്ടറുകളിലാണ് കർത്താവ് വിളിക്കുന്നത്. ഹല്ലേലൂയ. ശൗലിനെ വിളിച്ചത് ഒരു എൻകൗണ്ടറിനകത്താണ്. കമ്മീഷനുകൾ ഉണ്ടാകും. ഈ എൻകൗണ്ടറിനകത്താണ് ഈ ഇന്റിമസി ഉണ്ടാകുന്നത്. ദൈവവുമായിട്ടുള്ള ഒരു ഭയങ്കര ഇന്റിമസി ഈ എൻകൗണ്ടറിനകത്താണ് ഉണ്ടാകുന്നത്. ഇതുപോലെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ സ്പിരിച്വൽ ലൈഫ് അത് റിച്വലാണ്. നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകളും റിച്വലാണ്. ആചാരപരമായ ആത്മീയ ജീവിതമല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. ഇനിയും ആരെങ്കിലും ചോദിക്കും, പാസ്റ്റർ നിങ്ങൾ ഇത്ര നേരം പറഞ്ഞല്ലോ, എങ്ങനെയാണ് യോഗനൊക്കെ കണ്ടതുപോലെ എനിക്ക് കർത്താവിനെ കാണാൻ പറ്റുന്നത്? എനിക്ക് എങ്ങനെയാണ് ആ ഒരു വിഷൻ കാണാൻ പറ്റുന്നത്? നിങ്ങൾ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെ? ഞാനൊരു 3-4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന്, അതിനുവേണ്ടിയുള്ള ദാഹം, അതിനുവേണ്ടിയുള്ള താല്പര്യം. യിരെമ്യാ പ്രവചനം 29-13 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്നെ കാണുന്നുണ്ട്. ഇത് അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. അപ്പൊ എന്നെ കണ്ടത്. എൻകൗണ്ടർ ഉണ്ടാകാൻ ആഗ്രഹമുണ്ടോ? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഫാസ്റ്റ് പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമർപ്പണം, ഡെഡിക്കേഷൻ. 1 ദാഹം, 2 ഡെഡിക്കേഷൻ, 3 വചനവുമായിട്ടുള്ള ഭയങ്കര ബന്ധം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ. എന്റെ സഹോദരങ്ങളെ, നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടാകണമെങ്കിൽ നമ്മളെ ആ റിയൽ എൻകൗണ്ടറിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴും ഹോളി സ്പിരിറ്റ് ആണ്. ഹോളി സ്പിരിറ്റിന് മാത്രമേ നമ്മളെ ആ ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ.
പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മയുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോ നമ്മൾ അതിനു വേണ്ടി ദാഹിക്കണം. ദാഹിക്കുന്നവരല്ല എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവിതം സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. ദാഹം ഉണ്ടാക്കണം, ദാഹം പറയണം. പരിശുദ്ധാത്മാവ് എനിക്ക് ആ കൂട്ടായ്മ വേണം. പ്ലസ്മേവൻ എഴുതിയൊരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. അതൊരു പ്രാർത്ഥനാഗാനമാണ്. ആ കണ്ണെല്ലാം ഒന്ന് അടച്ച് പ്രസംഗം നിർത്തിയല്ല, ബൈബിൾ നടക്കുന്നത് 2-3 മിനിറ്റൂടെ ഒന്നിച്ചൊന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് നിർബന്ധമായിട്ട് കണ്ണടച്ച് ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ വഴിയിതാണെന്ന് പറയും വഴുതിടാതെത്താക്കും മരുഭൂമിയിൽ നൽനീരുറവ മുറിവുകളിൽ നൽതൈലവുമാ നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ നല്ല സഖിയേ നല്ല തുണയേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം. പരിശുദ്ധാത്മാവൻ കൂടെ വേണം. പരിശുദ്ധാത്മാവേ ഹോളി സ്പിരിറ്റുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കകത്ത് ഇത് സംഭവിക്കും. ഹെവി ട്രാൻസ്ഫോർമേഷൻസ്. പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് മാറ്റം ഉണ്ടായത് ഒരു എൻകൗണ്ടർ ഹോരേബിൽ. 40 വർഷത്തെ മുറിവുകളുണ്ട് ഈ മനുഷ്യന്റെ അകത്ത്. ഇസ്രായേലിൽ വളർന്നവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ട, പക്ഷെ ഇപ്പോ ഒന്നുമല്ല, ഒരാട്ടിടയനായിട്ട് മരുഭൂമിയിലൂടെ ആലഞ്ഞ് തിരിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യന്റെ പതനം. പക്ഷേ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ വെച്ച് ഉണ്ടായ ഒറ്റ എൻകൗണ്ടർ അതിനെ തിരിച്ചു. അതെ, ദൈവം ഇറങ്ങി എന്നിട്ട് പറയുക, മോശേ, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവുമാക്കിയത് ആർ എന്ന് പറഞ്ഞവരുടെ മുൻപിൽ ഇപ്പോൾ വരിക. ഞാൻ നിന്നെ ന്യായാധിപതിയും കർത്താവുമാക്കി അയക്കാൻ പോവുകയാണ്. എത്ര പേര് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്യും? ഞാൻ നിങ്ങളോട് പറയട്ടെ, കാലഘട്ടങ്ങളുടെ അപ്പുറത്ത് ഒരിക്കൽ നിങ്ങളെ വല്ലാതെ തകർത്ത ചില വാക്കുകൾ ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് മറന്നുപോയെങ്കിലും ദൈവം അത് മറക്കത്തില്ല. നിങ്ങൾക്ക് സംഭവിക്കുന്ന
ട്രാൻസ്ഫോർമേഷനുകളെ കൊണ്ടുവരും. ഇനിയും നീ അനുസരിക്കാത്ത ആടുകളെ കൊണ്ട് നടക്കുന്ന ഇടയനല്ല, 600,000 കൂട്ടത്തെ ഹല്ലേലൂയ നയിക്കുവാൻ കഴിയുന്ന ഒരു ലീഡറായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പാടുന്നത് 600,000 ആയൊരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. 600,000 ആടുകളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ലീഡറാക്കി ഈ മനുഷ്യനെ മാറ്റിയത് ഈ എൻകൗണ്ടർ. ഞാൻ പറയട്ടെ, നമ്മുടെ സംസാരത്തിന്റെ മികവല്ല നമ്മുടെ മേൽ കമ്മീഷനുകൾ ഉണ്ടാകാനുള്ള മാനദണ്ഡം, നമ്മുടെ എബിലിറ്റികളല്ല നമ്മുടെ മേൽ വ്യാപരിക്കുന്ന കൃപയാണ്. മോശ പറയുന്നത് എനിക്ക് തടിച്ചതാവാൻ ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല. പക്ഷെ നിങ്ങൾ അറിയണം പ്രിയരെ, കർത്താവ് പറയുക, മോശെ സംഗതി ശരിയാണ്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കാം. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ എബിലിറ്റികളല്ല വിഷയം, നമ്മുടെ അവൈലബിലിറ്റിയാണ് വിഷയം. നിങ്ങൾ അവൈലബിൾ ആകാൻ മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആധാരത്തോട് കൂടെ ഇരിക്കാൻ, നിങ്ങളുടെ ആ പ്രശ്നത്തോട് കൂടെ ഇരിക്കാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. ഇന്ന് പകലിൽ അങ്ങനെ ഒരു അനുഭവം എനിക്ക് വേണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിനോട് സ്തോത്രം ചെയ്തോ. എന്റെ കർത്താവ് നിങ്ങളെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗ് അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ അവസാനിക്കുമെങ്കിലും എനിക്കറിയാം ചിലരെ കർത്താവ് വിളിക്കുകയാണ്, ചിലരെ കർത്താവ് വിളിക്കുകയും ചിലരെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുക, ചിലരെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുക. നിന്റെ ഡിസബിലിറ്റിയുടെ മേൽ തികഞ്ഞു വരുന്ന ഒരു ഗ്രേസ് ഉണ്ട്. അത് പൗലോസിനോട് പറഞ്ഞത്, എന്റെ കൃപ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. വസ്ത്രത്തിൽ തികഞ്ഞു വരുമെന്നല്ല, പൊതിഞ്ഞു വരുമെന്നാണ് വായിക്കേണ്ടത്. എന്റെ ശക്തി നിന്റെ ബലഹീനതയ്ക്കകത്ത് പൊതിഞ്ഞു വരും. ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം. നിന്റെ കഴിവുകേടുകൾ ജനം കാണാതിരിക്കാൻ, നിന്റെ അപ്രാപ്തികൾ ജനം തിരിച്ചറിയാതിരിക്കാൻ, നിന്റെ അപ്രാപ്തികളുടെ മേൽ പൊതിഞ്ഞു പിടിക്കുന്ന കൃപയുണ്ട്. ഈ പകലിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഈ യോഗത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ അങ്ങനെ നിങ്ങളെ പൊതിയുന്ന കൃപയുടെ ഒരു ഭയങ്കര കൈമാറ്റം പരിശുദ്ധാത്മാവ് ഈ യോഗത്തിനകത്ത് പകർന്നു തരാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ആഗ്രഹം തോന്നുന്നു. ഇടത്ത് വലത്ത് മുന്നിൽ പിന്നിൽ നോക്കാതെ ഉച്ചത്തിൽ കർത്താവിനോട് പറ, എന്റെ ദൈവമേ, എനിക്ക് അങ്ങനെ ഒരു എൻകൗണ്ടർ വേണം. എന്റെ ബലഹീനതയെ
കരം ഉയർത്തിപ്പിടിച്ച് ലോർഡ് ജീസസ് എനിക്കൊരു എൻകൗണ്ടർ വേണമെന്നൊന്ന് പറഞ്ഞു. യേശു
എന്റെ കർത്താവ് എനിക്കൊരു എൻകൗണ്ടർ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ കാൽക്കൽ വീഴുമെന്ന് യോഹന്നാൻ പറയുന്നു. ഇനിയും വെറുതെ ഒരു റിച്വൽ ആയിട്ടുള്ള ലൈഫ് എനിക്ക് വേണ്ട. ഈ മീറ്റിംഗ് തൊട്ട് ഈ ആനുവൽ കൺവെൻഷന്റെ ഈ ദിവസം തൊട്ട് ശരിക്കും അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് അങ്ങനെ കൈ പിടിച്ചു കൊണ്ടുപോകും. യേശുവെ, അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. പിതാവേ, ഞാൻ ഇവിടുത്തെ നാമം ചൊല്ലി ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കുന്നു, ഈ സഭയെ അനുഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ദാസന്മാർ അനുഗ്രഹിക്കുന്നു. പകൽ സൂര്യൻ, രാത്രി ചന്ദ്രന്റെ ജനത്തെ തുടരും. കർത്താവിന്റെ ദോഷവും തട്ടാതെ ജനത്തെ പരിപാലിക്കുന്നു. അത്യുന്നതിന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൽ ഇവരെ നിർത്തണമേ. പകൽ പറക്കുന്ന അസ്ത്രങ്ങൾക്ക്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾക്ക്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾക്ക് തൊടാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഈ ജനത്തിന് മേൽ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. ആ പകർച്ചയ്ക്ക് ഞങ്ങള് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയെ ദൈവം വളർത്തും. ഒരു വലിയ കൂട്ടം ഇതിനകത്തേക്ക് കയറി വരാം. കർത്താവെ, ഒരു റിയൽ ചർച്ച തിരക്കി നടക്കുന്നവർക്ക് ഇതൊരു ഒരു 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 ലക്ഷ്യമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതിനെക്കുറിച്ചുള്ള പേര് പ്രസിദ്ധമാകട്ടെ. പലരും ദൈവസഭയെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഓടി വരട്ടെ. അങ്ങനെ അത് ചെയ്യുന്നതിന് നന്ദി. ദൈവം ഈ സഭയെ വളർത്തും. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ദയവായി ഇരുന്നാട്ട് ഒരിക്കൽ കൂടി കർത്താവ് ദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നത്. ശരിയോടെ സംസാരം നന്ദി വിളിച്ചതിന് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബമാണ് ഇന്നലെ എന്നെ താമസിപ്പിച്ചത്. കുടുംബത്തെ വാർത്ത സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വൈഫ് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ കോട്ടയത്ത് പുതുപ്പള്ളി അഞ്ചേരി എന്ന് പറയുന്ന ചർച്ചിലാണ് ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഒരു മോർണിംഗ് ഡിവോഷൻ ഉണ്ട് ഇവിടെ. അത് ഈവനിങ് ആണ്. ഇന്ത്യൻ ടൈം 6:30 to 7:30 ആണ്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒന്ന് കയറുക. എല്ലാ ദിവസവും ഒരു 55 മിനിറ്റ്സ് മെസ്സേജ്, 5 മിനിറ്റ് പ്രാർത്ഥന. ഒത്തിരി ആളുകളുണ്ട്. ഒരു 800ഓളം ആളുകൾ അറ്റ് എ ടൈം ഉണ്ട്. പിന്നീട് ആയിരക്കണക്കിന് ആളുകൾ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കയറി കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി. താങ്ക് യു. ദൈവത്തിന്റെ വചനത്തിലൂടെ വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ ദാസനിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുത്ത ലെവലിലേക്ക് ഇന്നത്തെ ആരാധന മൂലം നമ്മുടെ ജീവിതം മുന്നേറുവാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു എൻകൗണ്ടർ, ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം, ഒരു കൂടിക്കാഴ്ച ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ യോഹന്നാൻ കണ്ടതുപോലെ, മോശ കണ്ടതുപോലെ, അബ്രഹാം കണ്ടതുപോലെ ദൈവത്തെ നമുക്ക് മുഖാമുഖമായിട്ടൊന്ന് കാണുവാൻ
നമുക്കെല്ലാവർക്കും ഇടതരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ, ഒരു സമർപ്പണത്തോടുകൂടെ, ഒരു തീരുമാനത്തോടുകൂടെ, ഇതുവരെ ജീവിച്ചതുപോലെയല്ല, ഇനി മുതൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലയിൽ ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനദൈത്യമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുസാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവിടുത്തെ സാന്നിധ്യം തന്ന് ഞങ്ങളെ വഴി നടത്തിയ അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ഈ ഭാഗ്യ പദവി ലഭിക്കാതെ ഇരിക്കുമ്പോൾ, അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ജീവനുള്ളവരുടെ ദേശത്തെ ജീവനോടുകൂടെ അവിടുത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശ്രവിപ്പാൻ അവിടുത്തെ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും ഇന്ന് പകൽ സമയവും ദൈവത്തിന്റെ വചനത്തിലൂടെ വളരെ ശക്തമായിട്ട് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്നതാകിയാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നവരെ പോലെ, ആള് മാറിയവരെ പോലെ ഞങ്ങളായി തീരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിന് ശക്തിയുണ്ട്. അവിടുത്തെ വചനത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന വചനമാകിയാൽ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഏതുമില്ല, യോഹന്നാൻ മരിച്ചവനെ പോലെ ആയതുപോലെ ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്ന അവസരത്തില് ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനെതിരായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും കുറവുകളും അവിടുന്ന് ദൂരീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച് അവിടുത്തെ വൃദ്ധ്യനെ വീണ്ടും എടുത്തു ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് കർത്താവേ, വീണ്ടും ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുവാൻ ഒരു പുതിയ അഭിഷേകത്തോടുകൂടെ ഈ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ പോയി ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ അവിടുത്തെ വൃദ്ധ്യനെ വീണ്ടും എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലായിരിക്കുമ്പോഴും വിവിധ രാജ്യങ്ങളിലായിരിക്കുമ്പോൾ അവിടുത്തെ ഷെഖീനയുടെ മറവിൽ അവിടുന്ന് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അവിടുന്ന് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രസന്നഗതരായിരിക്കുന്ന എല്ലാവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പ്രാർത്ഥന വിഷയത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ തന്നെ അവിടുന്ന് ഇടപെടുകയാൽ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം നാളെ യാത്രയാകുന്ന ജോസ് പാസ്റ്റർ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രാമധ്യേ അവിടുന്ന് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ എത്തും വരെയും തുടർന്ന് കർത്താവിന്റെ ശുശ്രൂഷയിൽ എപ്പോഴും ആയിരിക്കാൻ ആ കുടുംബത്തെ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച അയക്കണം. ഇന്ന് വരുവാൻ കഴിയാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെയും ഞങ്ങളോടൊപ്പം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. യേശുനാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാമെല്ലാവരോടും പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം.